ഷാലോസ് മിസ്റ്റിക്കൽ റോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഷാലി സിജി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അഡീനിയം പ്ലാന്റ്സിൻ്റെ സ്പെഷ്യൽ വീഡിയോ തന്നെയാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റോക്ക് തീരാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നല്ല വലിയ പ്ലാന്റുകളാണ് ഈ ആഴ്ചയിൽ വന്നിരിക്കുന്നത്. ബാക്കിയുള്ള പ്ലാന്റ്സുകളുടെയൊക്കെ വീഡിയോ നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഒത്തിരി പ്ലാന്റ്സുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സ്പെഷ്യൽ വീഡിയോ അഡീനത്തിൻ്റെ മാത്രം. പിന്നെ ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഇതിനൊരു തിരക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്, രണ്ടായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതെല്ലാം കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട്. കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനിയിപ്പോൾ കാറ്റലോഗ് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ, പ്ലാന്റ്സുകളൊക്കെ ഓർഡർ ചെയ്യാനായിട്ട്. ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ വാട്സപ്പിൽ കൊടുത്തരാം. അപ്പോൾ അതാ പ്ലാന്റ്സുകൾ കാണാം. ഓരോന്നിനും നമ്പർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്പർ വൈസ് തന്നെ കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്പർ 1 ഒരു സിംഗിൾ പെറ്റലാണ്. ഇതാ ഈ ഒരു വെറൈറ്റി, നല്ല ഭംഗിയുള്ള വെറൈറ്റി, നല്ല വലിയ പ്ലാന്റും കൂടെയാണ് കേട്ടോ. ഇതാ നമ്പർ 2 ഒരു യെല്ലോയും ഒരു ലാവൻഡർ ഷെയ്ഡും കൂടെ ചേർന്നിട്ട് വരുന്ന ഒരു കളറ്, നമ്പർ 2. ഇത് നമ്പർ 3 ഒരു യെല്ലോ ചേർന്നിട്ടുള്ള ഒരു വൈറ്റ് ഷെയ്ഡ് കേട്ടോ. ഇതാ ഇങ്ങനെ. ഇത് നമ്പർ 4 ആണ്. അതൊരു വൈറ്റും മജന്തയും പിന്നെ ബോർഡർ ഒരു ബ്ലാക്ക് ഷെയ്ഡും കൂടെ, ബ്ലാക്ക് ഒരു ഡാർക്ക് ബ്ലാക്ക് കേട്ടോ, അതും കൂടെ ചേർന്നിട്ടുള്ള ഒരു. അതിൻ്റെ പൂക്കൾ തമ്മിൽ ഇങ്ങനെ കൊഴിയാറാകുമ്പോഴത്തേക്കും പൂക്കൾ തമ്മിൽ വ്യത്യാസമുണ്ട്. അത് ഒരു പ്ലാന്റ് തന്നെയാണ്, പക്ഷേ പൂക്കൾ കൊഴിയാറാകുമ്പോഴത്തേക്കും അതിൻ്റെ വ്യത്യാസമുണ്ട്. ആ പൂ കൊഴിഞ്ഞു കേട്ടോ. അതാ നമ്പർ 5 വരുന്നത് ഇതാണ്. പൂ കരിഞ്ഞിട്ടിരിക്കുന്ന നല്ല റെഡ് ചേർന്നിട്ടുള്ള ബോർഡർ ഒരു വയലറ്റ്, ഡാർക്ക് വയലറ്റ് ചേർന്നിട്ടുള്ളൊരു കളറ്. ഇതാ ഇങ്ങനെയാണ് കേട്ടോ പ്ലാന്റ് പൂ വരുന്നത്. ഇതാ ഇങ്ങനെ ആ പൂ കൊഴിഞ്ഞിരിക്കുവാണ്. ഇത് നമ്പർ 6 ആണ്. അതൊരു യെല്ലോ ചേർന്നിട്ടുള്ള, നമ്മൾ നേരത്തെ കാണിച്ചതിനേക്കാളും കുറച്ചും കൂടെ പെറ്റൽസ് കൂടുതലാണ്, പക്ഷേ കുറച്ചും കൂടെ യെല്ലോ കൂടുതലാണ് കേട്ടോ അതിന് വരുന്നത്. ഇതാ അതിനും ആദ്യം കാണിച്ചതിന് വൈറ്റ് ഷെയ്ഡ് കൂടുതൽ, ഇതിന് യെല്ലോ കൂടുതലായിട്ട് അങ്ങനെ വരുന്നത്. നമ്പർ 6 കഴിഞ്ഞു. നമ്പർ 7 ഇതാണ്. നമ്പർ 7 ഒരു നല്ല ഭംഗിയുള്ള പ്ലാന്റ് കേട്ടോ. അതാ ഇത് ഒരു വൈറ്റ് ചേർന്നിട്ട്, വൈറ്റും യെല്ലോയും കൂടെ ചേർന്നിട്ട്, കൂടുതൽ നിൽക്കുന്നത് വൈറ്റാണ്. നല്ല കുള്ളനായിട്ടുള്ള നല്ല പ്ലാന്റ് കേട്ടോ. ഇതാ ഇങ്ങനെ നല്ല വെയിറ്റാണ് പ്ലാന്റുകൾക്ക്. ഇത് നമ്പർ 8 ആണ്. ഇതാ ഇങ്ങനെ നല്ല ഭംഗിയിൽ ഓരോരോ പൂവും ഓരോ പ്രത്യേകതയാണ്. ഇതാ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്, നമ്പർ 8. ഇത് നമ്പർ 9. ഇതാ ഇങ്ങനെ ഒരു യെല്ലോയും ഒരു ലാവൻഡർ ചേർന്നിട്ടുള്ളൊരു റോസും പിന്നെ അതിൻ്റെ നടുക്കാണ് ഇതാ ഇങ്ങനെ വരുന്നത് പ്ലാന്റ്. ഇതാണ് വരുന്നത്. ഇത് നമ്പർ 10. അതൊരു വൈറ്റ് ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. പൂ കരിഞ്ഞിരിക്കുന്നത്. ഇതാ ഇങ്ങനെ വൈറ്റ് ഷെയ്ഡ്. നമ്പർ 11 വരുന്നത് ഇതാണ്. നല്ല ഭംഗിയുള്ള ഒത്തിരി ഡിമാൻഡുള്ളൊരു വെറൈറ്റിയാണ്. ഇതിലൊക്കെ എപ്പോഴും പൂക്കളുണ്ടാവും കേട്ടോ. ഗ്രാഫ്റ്റഡ് പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ എല്ലാം. ഇതാ ഇങ്ങനെ. നമ്പർ 12 ആണ് ഇത് വരുന്നത്. ഇതിന് പൂക്കളില്ല. എനിക്കൊരു കണ്ടിട്ട് ഒരു യെല്ലോ ചേർന്നിട്ടാണ് മുട്ട് കണ്ടിട്ട് തോന്നുന്നത്, പക്ഷേ നല്ല വലിയ പ്ലാന്റാണ്. അപ്പോൾ നമുക്ക് ബോൺസായി ആയിട്ടൊക്കെ വളർത്താൻ ആഗ്രഹിക്കുന്നവർ ഇതാ ഇങ്ങനെ സെലക്ട് ചെയ്തോളൂ കേട്ടോ. പൂ കറക്റ്റായിട്ട് എനിക്ക് കളർ അറിയാൻ പറ്റുന്നില്ല. 12 കഴിഞ്ഞു. ഈ 13 ആണ്. ഇതാ 13 ഒരു വൈറ്റ് ചേർന്നിട്ടുള്ള വൈറ്റാണ്. ഇത് കണ്ടോ, പ്യുർ വൈറ്റാണ്. നമ്പർ 14 വരുന്നത് ഇതാണേ. ഇത് വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ. നമ്പർ 15 വരുന്നതും ഒരു യെല്ലോ ചേർന്നിട്ടുള്ള വൈറ്റ് കേട്ടോ. ഇങ്ങനെ ഓരോന്നിനും ഡിഫറൻസ് ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഓരോരോ നമ്പറുകളായിട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ. ഇങ്ങനെ 15. പ്ലാന്റ് നല്ല വലിയ പ്ലാന്റാണ്. ഇങ്ങനെ എല്ലാ പ്ലാന്റും അല്ലേ, നല്ല വെയിറ്റാണ് പ്ലാന്റുകൾക്ക്. നമ്പർ 15. നമ്പർ 16 വരുന്നൊരു സിംഗിൾ പെറ്റലാണ്. നല്ല ഭംഗിയുള്ളൊരു യെല്ലോയും നല്ല മജന്തയും കൂടെ ചേർന്നിട്ട് ഒരു ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെ ഗ്രാഫ്റ്റഡ് പ്ലാന്റ് തന്നെയാണ്. ഇതാണ് പ്ലാന്റ് വരുന്നത്, നമ്പർ 16. നമ്പർ 17 വരുന്നത് ഇതാണ്. പൂ കരിഞ്ഞിരിക്കുവാണ്. ഒരു എന്താ പറയുക, പിങ്കും ഡാർക്ക് പിങ്കും ലൈറ്റ് പിങ്കും ചേർന്നിട്ട് അതിൻ്റെ ഇതിന് വ്യത്യാസമുണ്ട്. ഒരു സ്ക്രാച്ച് വീണേക്കണ പോലെയുള്ളൊരു വെറൈറ്റി. ഇങ്ങനെ നമുക്ക് മിക്കവാറും ഇത് വരാറുണ്ട്. പിന്നെ ഇതാണ് കേട്ടോ പ്ലാന്റ് വരുന്നത്. അതിന് കുറച്ച് റേറ്റ് കുറവാണ് നമ്മൾ ഇട്ടേക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വെറൈറ്റി കുറച്ച് ഇങ്ങനെ ഇലകൾക്കൊരു ഇത് വന്നിട്ടുണ്ട്. ലോഡ് വരുമ്പോൾ നമുക്കതിൻ്റെ ഇടയിൽ എന്തോ പെട്ട് പോയതാക്കാന്നാണ് ആ ഒരു ട്രെയിൽ. അപ്പോൾ ഇങ്ങനെ അതിന് റേറ്റ് കുറച്ചാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഡിസ്കൗണ്ട് റേറ്റാണ് അത് ഇട്ടേക്കണേ.
ഇത് നമ്പർ 18, ഇതൊരു യെല്ലോ ചേർന്നിട്ടുള്ള ഒരു വൈറ്റ് കേട്ടോ, നമ്പർ 18. ഇത് വരുന്നത് നമ്പർ 19, നല്ല പ്ലാന്റ്, നല്ല വെയിറ്റുള്ള പ്ലാന്റ്. ഇതാണ് വരുന്നത് കേട്ടോ, ഇതിൻ്റെ ഇത് കണ്ടോ ഇങ്ങനെ. അപ്പോൾ നമ്മൾ പ്ലാന്റ്സുകളൊക്കെ ഇത് 19 വെറൈറ്റിയാണ് വരുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ നമ്പർ വൈസ് കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ അതൊക്കെ എടുത്ത് നോക്കുക. ആവശ്യമുള്ള പ്ലാന്റ്സുകൾ കാർട്ട് ആഡ് ചെയ്തിട്ട് സെൻഡ് ചെയ്യുക. ഇനി കാർട്ടൊന്നും ആഡ് ചെയ്യാൻ അറിയാൻ പറ്റില്ലെങ്കിൽ നമ്പറൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ. പിന്നെ പോട്ടുകൾ ഉണ്ടായിരിക്കില്ല, പോട്ട് മാറ്റിയിട്ടായിരുന്നു നമ്മൾ പ്ലാന്റ്സുകൾ വിടുക. പ്രൊഫഷണൽ DTTC 2 വഴി നമ്മൾ പ്ലാന്റ്സുകൾ വിടുക കേട്ടോ. അപ്പോൾ തിങ്കളാഴ്ച അവധിയാണ്. അപ്പോൾ ചൊവ്വാഴ്ച തുടങ്ങിയാണ് നമ്മൾ പ്ലാന്റ്സുകൾ വിടുക. ബാക്കിയുള്ള പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് കാറ്റലോഗിലുള്ള പ്ലാന്റ്സുകളൊക്കെ ഓർഡർ ചെയ്യാം. ഇനിയിപ്പോൾ അടുത്ത വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ബാക്കി ഒത്തിരി പ്ലാന്റ്സുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതും കൂടെ കണ്ടോളൂ കേട്ടോ, എന്നിട്ട് ഓർഡർ ചെയ്തോളൂ. എന്താ കെയറിങ്, ഇതിൻ്റെ കൊക്കോപീറ്റ് കുറച്ച് ഉണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് വരുമ്പോൾ കൊക്കോപീറ്റ് ഉണ്ടാവും. ഫുള്ള് കൊക്കോപീറ്റ് കളയുക. പെട്ടെന്ന് തന്നെ നട്ടില്ല എന്ന് വെച്ചും പ്രശ്നമില്ല. ഇപ്പം മഴയൊക്കെ ആണല്ലോ, അപ്പോൾ നിങ്ങൾക്ക് പോട്ടി മിക്സ് കിട്ടിയില്ല എന്ന് വെച്ചിട്ട് കുഴപ്പമില്ല. അത് ഇലകൾ കൊഴിഞ്ഞോട്ടെ. ചിലപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റുകൾ വരുമ്പോൾ ഇലകളും പൂക്കളൊക്കെ കൊഴിഞ്ഞിരിക്കുക കേട്ടോ. അതൊരു പ്രശ്നമുള്ള കാര്യമില്ല. അഡീനിയം പ്ലാന്റ്സ് വളർത്തുന്നവർക്ക് അറിയാലോ, അതൊന്നും ഒരു കുഴപ്പമുള്ള കാര്യമില്ല എന്ന്. അപ്പോൾ അത് കൊക്കോപീറ്റ് ഫുള്ള് മാറ്റുക. അതിനുശേഷം മണ്ണും മണലും ചേർന്നിട്ടുള്ളൊരു പോട്ടി മിക്സിലേക്ക് നടുക. ഇപ്പോൾ വളങ്ങളൊന്നും കൊടുക്കണ്ട. നമ്മുടെ പോട്ടി മിക്സിലേക്ക് പിടിച്ച് വന്നതിന് ശേഷം നമുക്ക് അഡീഷണൽ വളങ്ങളൊക്കെ കൊടുക്കാം. പിന്നെ മഴ കൊള്ളാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ തുടക്കത്തിൽ കുറച്ച് നനവില്ലെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം മഴ കൊള്ളാത്ത സ്ഥലത്തേക്ക് എടുത്ത് വയ്ക്കുക. ഇപ്പോൾ പ്രൂണിങ് ഒന്നും ചെയ്യേണ്ട. ഇപ്പോൾ ഇത്രയും വലിയ പ്ലാന്റുകളൊക്കെ ആണല്ലോ. ഇത്രയും വലിയ പ്ലാന്റുകളൊക്കെ വരുമ്പോഴത്തേക്കും തണ്ടൊക്കെ ഇത്രയും മൂത്തും ഇതൊക്കെ ഉണ്ടാവും. ഇങ്ങനെ തന്നെ നട്ട് വെക്കുക. അതിനുശേഷം നമുക്ക് എന്തായാലും മഴയൊക്കെ കഴിയുമ്പോഴത്തേക്കും, മഴയൊക്കെ കൊള്ളുമ്പോഴത്തേക്കും പൂക്കളൊക്കെ കൊഴിഞ്ഞു പോകും. കുറച്ചും കൂടെ ചെടികളൊക്കെ വളരും. അപ്പോൾ നമുക്ക് എന്തായാലും ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴത്തേക്കും, നല്ല വെയിൽ ആകുമ്പോഴത്തേക്കും നമുക്ക് പ്രൂൺ ചെയ്യണം. പ്രൂൺ ചെയ്താലാണ് പൂക്കൾ നന്നായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് പ്രൂൺ ചെയ്യാം. ഈ ഭാഗമൊക്കെ വെച്ച് നല്ലോണം മൂത്ത ഭാഗം വെച്ച് പ്രൂൺ ചെയ്യുമ്പോഴത്തേക്കും ഇതേപോലെയുള്ള തളിരുകളൊക്കെ പെട്ടെന്ന് വന്നോളും. പിന്നെ നമ്മൾ DAP ഒക്കെ കൊടുക്കുമ്പോഴത്തേക്കും പൂക്കളൊക്കെ നന്നായിട്ട് ആയിക്കോളും. പിന്നെ വളർച്ചയ്ക്കൊക്കെ നാനോ യൂറിയ കൊടുക്കാം. അതൊക്കെ ആകുമ്പോഴത്തേക്കും പൂക്കളൊക്കെ നന്നായിട്ട് ആയിക്കോളും. പിന്നെ ഈ ഭാഗം നിങ്ങൾ കളയേണ്ട കാര്യമില്ല. ഈ ഭാഗം ഇങ്ങനെ കോഡക്സ് വരില്ല എന്നുള്ളൂ. അപ്പോൾ ഈ ഭാഗം നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. ഈ ഭാഗം ഇത്രയും ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ അത് ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കാം. ഇപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്യുന്ന ഒത്തിരിയൊക്കെ വീഡിയോ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടുമല്ലോ. അപ്പോൾ പെട്ടെന്ന് ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റാത്തവർ ഈ ഭാഗം മണ്ണും മണലും ചേർന്നിട്ടുള്ള പോട്ടി മിക്സിലേക്ക് നട്ടുകൊള്ളുക. ആ ഭാഗവും പിടിച്ച് വരും കേട്ടോ. അതിനുശേഷം നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ വേറൊരു പ്ലാന്റിലേക്കൊക്കെ ഗ്രാഫ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. അതൊക്കെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ തന്നെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതൊന്നും ഒരു ഭാഗവും നമുക്ക് അടീനിയത്തിൻ്റെ കളയില്ല. നമുക്ക് തെങ്ങിൻ്റെ ഇത് പറയുന്ന പോലെയാണ് അടീനിയം. ഒരു ഭാഗവും നമ്മൾ കളയില്ല. അപ്പോൾ മാക്സിമം ആ തുമ്പ് ഭാഗം, മൂക്കാത്ത ഭാഗം മാത്രമാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതിരിക്കുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് നടാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തോളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.